ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം, അതായത് റിജക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ, ആ ഒരു ആൾക്കാരിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ എൻ്റെ വീഡിയോസ് കാണുന്നവർ പറയാറുണ്ട് ഞാൻ നല്ല സ്പീഡിലാണ് സംസാരിക്കുന്നത്. അതായത് ഒത്തിരി മിനിറ്റ് ലെങ്ത് വരുന്നത് കൊണ്ടാണ് മനഃപൂർവ്വം ഞാൻ കുറച്ച് സ്പീഡിന് സംസാരിക്കുന്നത്. അത് മനഃപൂർവ്വം സംസാരിക്കുന്നത് തന്നെയാണ്. പരമാവധി സ്ലോയിൽ സംസാരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിജക്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ആ ആൾക്കാരിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ റിജക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു നിമിഷം ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഈ വീഡിയോ കാണുന്നവരിൽ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. അതായത് നമുക്കറിയാം, റിജക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിപ്പോൾ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും അതൊരു പെയിൻഫുൾ തന്നെയാണ്. ഇപ്പോൾ ആരിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു റിജക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആ റിജക്ഷനിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ മുക്തി നേടാം എന്ന ഒരു കാര്യമാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ റിജക്ഷൻ എന്ന ആ ഒരു വാക്കിന് വെറും ഒരു വാക്ക് മാത്രമല്ല, അത് ഒരാളെ കുത്തി നോവിക്കാൻ നമ്മളൊരു കത്തി അത്രയും മൂർച്ചയുള്ളതെന്നാണ് പറയുന്നത്. മനസ്സിനെ നല്ല രീതിയിൽ നമുക്ക് കുത്തി പരിക്കേൽപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന റിജക്ഷൻ, അത് പല രീതിയിലുള്ള റിജക്ഷൻ ഉണ്ട്. ഒന്നാമത്തെ റിജക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടാകുന്ന റിജക്ഷൻസ്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏതെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോഴോ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു റിജക്ഷൻ, അല്ലെങ്കിൽ നമ്മളെ താഴ്ത്തി പറയുന്ന രീതിയിലുള്ള ഒരു റിജക്ഷൻ, അങ്ങനെ പലതരത്തിലുള്ള റിജക്ഷനാണ് ഉള്ളത്. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ ഇനി ഫാമിലിയിൽ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു ഫാമിലി പ്രോഗ്രാംസിനൊക്കെ പോകുന്നു. അപ്പോൾ അവിടെ നമ്മളെ വലിയ രീതിയിൽ അവർ മൈൻഡ് ചെയ്യുന്നില്ല, വലിയ രീതിയിൽ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അത് ഫാമിലി റിലേഷൻ അങ്ങനെ വരുന്നിട്ടുള്ളൊരു റിജക്ഷൻ. പിന്നെ ഇത് കൂടാതെ നമ്മുടെ പാർട്ട്ണർ നമ്മളെ വലിയ രീതിയിൽ പരിഗണിക്കുന്നില്ല, ഒന്ന് റിജക്റ്റ് ചെയ്ത് പോകുന്നു എന്ന രീതിയിൽ. അപ്പോൾ ഇതും നമുക്ക് റിജക്ഷനായിട്ട് കണക്കാക്കാം. അപ്പോൾ നമുക്ക് പല രീതിയിലുണ്ട്. മെൻ്റലി ആയിട്ടുള്ള റിജക്ഷൻ ഉണ്ട്, ഫിസിക്കലി ആയിട്ടുള്ള റിജക്ഷൻ ഉണ്ട്. അപ്പോൾ പല രീതിയിൽ ചിലർ നമ്മൾ ഭയങ്കര സ്നേഹത്തോടെ ഒരാളുടെ ഷോൾഡറിലോ കയ്യിലോ ഒന്ന് പിടിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, നമ്മൾ പിടിക്കുന്നതോ കാര്യങ്ങളോ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് വിടും. അപ്പോൾ ആ ഒരു ചെറിയ പുള്ളി ഇങ്ങനെ കാണിക്കുന്ന മുഖത്തൊരു എക്സ്പ്രഷനാണ് നമുക്ക് പലപ്പോഴും എത്ര വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലും എത്ര നാൾ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ അത് നിൽക്കും. നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ റിജക്ഷൻ എന്ന് പറയുന്ന അത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ നമുക്ക് എങ്ങനെ മാറ്റി നിർത്താം എന്നൊരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ 3 തരത്തിലാണ് ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് 3 ഗ്രൂപ്പാക്കി മാറ്റാൻ പോവാണ്. ആ 3 ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും. ഒന്നാമത്തത്, നിങ്ങളൊരു ഫാമിലി ഫംഗ്ഷന് നിൽക്കുന്നു. അപ്പോൾ ഫാമിലിയിൽ കുറേ അധികം ആൾക്കാരുണ്ട്. അവർ നിങ്ങളെക്കാൾ നല്ല റിച്ച് ആയിരിക്കും, കുറച്ചും കൂടെ പണം സാമ്പത്തികമായിട്ട് കുറച്ച് ഉയർന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫാമിലി ഫംഗ്ഷനിൽ വരുന്നു. എല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് നിങ്ങൾക്കൊന്ന് വേദനിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് അവിടെ ഒരു റിജക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത്, അതായത് ഫാമിലി ഫങ്ഷൻസിന് പോയിട്ട് കുറേ പണക്കാരുടെ ഇടയിൽ പെട്ട് നിങ്ങൾ ഒരു മിഡിൽ ക്ലാസ് ആണ്, ചിലപ്പോൾ മിഡിൽ ക്ലാസ്സിൽ താഴെയാണ്, അവരെല്ലാവരും നല്ല രീതിയിൽ ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡും ജാടയൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ, നിങ്ങൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ വലിയ രീതിയിൽ പരിഗണിക്കുന്നില്ല. വന്നോ എന്ന രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാത്രം കാണിച്ചിട്ട് നൈസിന് നമ്മളെ ഒരിടത്തേക്ക് മാത്രം ഒതുക്കി നിർത്തുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് കഴിഞ്ഞു. ഫാമിലിയുടെ ഇടയിൽ പറയുകയാണെങ്കിൽ ഫങ്ഷൻസ് പോകുന്നതിൽ ഉപരി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഫങ്ഷൻ അല്ലാതെ നമുക്ക് വേറെ കുറച്ച് അപ്പോൾ ആ വേറെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ലവ് മാരേജ് ചെയ്തവരായിരിക്കാം, അല്ലാതെ ഏതെങ്കിലും രീതിയിൽ ലവ് മാരേജോ അങ്ങനെ ഇഷ്യൂ പെട്ടിട്ട് പിന്നെ നമ്മൾ ഫാമിലി റീയൂണിയൻ വരുന്ന സമയത്ത് നമ്മൾ അവരെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മളെങ്കിലും പോയി അവിടുത്തെ വിശേഷങ്ങളിലൊക്കെ നിന്നിട്ട് അവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരിതുണ്ടല്ലോ. അതായത് ഇപ്പം നിങ്ങൾ ലവ് മാരേജ് ചെയ്തു, ഫോർ എക്സാമ്പിൾ പറയുകയാണ്. ഈ വീഡിയോയിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്.
പറഞ്ഞതാണ് യെസ് എന്ന്. അപ്പോൾ അങ്ങനെ ലവ് മാരേജ് കാര്യങ്ങൾ ചെയ്തു. നിങ്ങളപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അങ്ങ് റീയൂണിയൻ ആവുമല്ലോ, നിങ്ങൾ ഒരുമിക്കുമല്ലോ, ഫാമിലീസ് തമ്മിൽ ഒരുമിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ആ ഒരു വീട്ടിലേക്ക് പോവുകയാണ്. പോകുമ്പോഴത്തേക്ക് അവർക്കിടയിൽ ചിലർക്ക് ഭയങ്കര സ്നേഹമായിരിക്കാം, പക്ഷെ ചിലർ ആ ഒരു സ്നേഹം ആയിരിക്കത്തില്ല കാണിക്കുന്നത്, പകരം എന്തൊക്കെയോ സംതിങ് ഒരു അവോയ്ഡ് ചെയ്യുന്ന ഒരു ഫീല് തോന്നും. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ കാര്യം പറയുന്നത്. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് വേറെ കുറച്ച് ഗ്രൂപ്പാണ്. അതായത് പ്രൊഫഷണൽ ലൈഫിൻ്റെ കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അവിടെ പോവുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥലമുണ്ടല്ലോ, ജോലി സ്ഥലത്ത് ഒന്നുകിൽ മാനേജറോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ അതോറിറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെയുള്ള ആൾക്കാർ, നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത ആൾക്കാർ നമ്മളോട് ഇത്രയും ഗ്രൂപ്പായിട്ട് ഇത്രയും പേര് നിന്നിട്ട് ഒരാളെ മാത്രം ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഒരാളാണ് ആ ഒരാളെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. കാരണം അങ്ങനെയുള്ള ആൾക്കാർ നേരിടുന്നത് വേറൊരു തരത്തിലുള്ള റിജക്ഷനാണ്. പിന്നെ നമ്മളൊരു ജോലി സ്ഥലത്ത് പോകുന്നു, ആ ഒരു ജോലി സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന ഒരു റിജക്ഷൻ ഉണ്ടല്ലോ, അതായത് ആ ജോലി ഓക്കെ ഇത് നിങ്ങൾ ഇതിന് ഓക്കെ അല്ല, അവിടെയും നിങ്ങൾക്ക് എന്താണ് നോ പറയുകയാണ്. ശരിയാണ്, ഈ ജോലിയിൽ നിങ്ങൾ ഓക്കെ അല്ല എന്ന് നോ പറയുന്നു. അതിനുശേഷം ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെയൊക്കെ ഇവിടെ നിങ്ങൾക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് നോ പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. ഇതാണ് അടുത്ത പാർട്ട് എന്ന് പറയുന്നത്. ഒന്ന് നമ്മൾ ഫാമിലി ആൾക്കാരെ ചൂണ്ടി പറഞ്ഞു, രണ്ടാമത് പറഞ്ഞു പ്രൊഫഷണൽ ലൈഫ് പറഞ്ഞു, മൂന്നാമത്തെന്ന് പറയുന്നത് നമ്മൾ പാർട്ട്ണർ, അതായത് നമ്മുടെ പാർട്ട്ണറിൽ നിന്നുണ്ടാകുന്ന ഒരു റിജക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പാർട്ട്ണർ ആയിരിക്കാം ആദ്യം ഭയങ്കര സ്നേഹത്തിലും കാര്യങ്ങളിലൊക്കെ കല്യാണം കഴിച്ചായിരിക്കാം, പിന്നെ പതിയെ നമുക്കൊരു അവോയ്ഡ് ഫീൽ ചെയ്യുന്ന, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ ആ പുള്ളി കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം പറയുമ്പോൾ ആ ആവശ്യങ്ങളെ വലുതായിട്ട് മാനിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെയുള്ള സിറ്റുവേഷൻ ഇതും ഒരു തരത്തിലുള്ള ഒരു റിജക്ഷനാണ്. ഇത് പലപ്പോഴും ഫിസിക്കൽ ആയിട്ടുള്ള റിജക്ഷനുണ്ട്, മെൻ്റൽ ആയിട്ടുള്ള റിജക്ഷനുണ്ട്, മെൻ്റലി ഉള്ള റിജക്ഷനുണ്ട്. മെൻ്റലി റിജക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ അപ്പോൾ നമ്മളെ മാത്രം താഴ്ത്തി പറയുന്നു, ബാക്കിയുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് ആ നല്ല രീതിയിൽ വീക്ഷിക്കുന്നു. നമ്മൾ പറയുമ്പോൾ ഒരു ചെറിയ കുട്ടി പറയുന്ന പോലെയുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്ന രീതിയിലുള്ള ഒന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ എന്ന് പറയുന്നത് നോർമലി നമ്മളൊരു ഫിസിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കയ്യിലോ എന്തെങ്കിലും ഒന്ന് പിടിക്കുമ്പോഴോ ഒന്ന് ജസ്റ്റ് ഒരു സ്നേഹത്തിൻ്റെ നമുക്കൊരു തലോടലോ കാര്യങ്ങളോ ഒക്കെ ഒന്ന് നമ്മൾ അങ്ങോട്ടൊന്ന് ജസ്റ്റ് തൊടുമ്പോഴോ ഇങ്ങനെ തള്ളിക്കളയുന്ന രീതിയിലുള്ള ഒരു റിജക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതും ഒരു രീതിയിലുള്ള റിജക്ഷന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിജക്ഷൻ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അവിടെ ഈ ഒരു റിജക്ഷൻ വരുന്നതിനെ നമുക്ക് എങ്ങനെ നമ്മുടെ മൈൻഡിൽ നിന്ന് നമുക്ക് മാറ്റി അവിടെ ഒരു വട്ടം നമുക്കൊരു റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആലോചിച്ചുകൊണ്ടിരിക്കും, അയ്യോ അയാൾ ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് എന്താണ് അങ്ങനെ പെരുമാറിയല്ലോ, എൻ്റെ ഫാമിലീസ് അങ്ങനെ പെരുമാറിയല്ലോ. അപ്പോൾ അങ്ങനെ അന്ന് തൊട്ട് തുടങ്ങുന്ന ആ ഒരു റിജക്ഷനിൽ നിന്ന് നിങ്ങളുടെ ലൈഫ് ഫുൾ ഇങ്ങനെ കുറേ നെഗറ്റീവ്സ് വന്നുകൊണ്ടിരിക്കും. സോ അപ്പോൾ മാനിഫെസ്റ്റേഷൻ ട്രിക്ക് പറയുന്നതനുസരിച്ച് നമ്മൾ ഒരു വട്ടം നമുക്ക് റിജക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ കണ്ടിന്യൂസ് ആ ഒരു റിജക്ഷൻ്റെ ചെറിയൊരു അംശമെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടാകും. സോ അപ്പോൾ ആ ഒരു ഉള്ളിലുണ്ടാകുന്ന അംശത്തെ നമുക്ക് പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞ് റിജക്ഷൻ എന്ന് പറയുന്ന ഒരു ആശയത്തെ നമ്മളിലേക്ക് നമ്മളിൽ നിന്ന് മാറ്റി നിർത്തി ഒരു ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശ്രമിക്കേണ്ടത്. സോ അപ്പോൾ അതിന് ആദ്യം നമ്മൾ വേണ്ടതെന്ന് പറയുന്നത് നമ്മളെ ആരെങ്കിലും റിജക്റ്റ് ചെയ്തു ഓക്കെ, നമ്മൾ ആരെങ്കിലും വേണ്ട അല്ലെങ്കിൽ അവഗണിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നമ്മളെ അവഗണിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സ്പോട്ടിൽ ഒന്നെങ്കിൽ ആ പറയുന്ന വ്യക്തി നമ്മൾ അവഗണിക്കുന്ന പോലെ നമുക്ക് തോന്നിയാൽ നമ്മൾ കണ്ടില്ല എന്ന കാര്യം നടിക്കുക. അതായത് നമ്മളൊന്നും കണ്ടിട്ടില്ല, നമ്മൾ കണ്ണുണ്ടെങ്കിലും കാണാത്ത രീതിയിൽ നമ്മൾ ഇരിക്കത്തില്ലേ, അതായത് നമ്മൾ വലിയ മൈൻഡ് കൊടുക്കാതിരിക്കുക. രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മളെ ചിലപ്പോൾ താഴ്ത്തി പറയുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം. ആ ഒരു താഴ്ത്തി പറയുന്ന സിറ്റുവേഷനിൽ നോ എക്സ്പ്ലെയിൻ, ഒരു എക്സ്പ്ലനേഷനും അവിടെ നമ്മൾ ചെയ്യരുത്. ഇനി അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഇപ്പം ചില ആൾക്കാരുണ്ട് നമ്മൾ ഫോൺ വിളിക്കുകയാണ് ഓക്കെ, നമ്മളിപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മൾ എത്ര തിരക്കുള്ള സമയമാണെങ്കിൽ അയാളുടെ ഒരു ഫോൺ കോൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ തിരക്കുള്ള ജോലി പെട്ടെന്ന് നമ്മൾ മാറ്റി വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കോളിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കോൾ എടുത്ത് സംസാരിക്കും. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് വിളിക്കുകയാണെങ്കിൽ ആ പേഴ്സൺ വേറെ എന്തെങ്കിലും ജോലിയിലാണ്, അപ്പോൾ നമ്മുടെ കോൾ വരുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് വിടും. എന്തുകൊണ്ടാണ്, നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ അവിടെ ആ പുള്ളിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്നതാണ് അർത്ഥം. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, പക്ഷെ നമുക്ക് തിരികെ കിട്ടുന്നത് അവിടെ ഒരു 0 ആണെങ്കിൽ അങ്ങനെയുള്ള പേഴ്സണിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യം അറിഞ്ഞ ശേഷം നിങ്ങൾ അത് ഇഗ്നോർ ചെയ്ത് വിടാനായിട്ട് ശ്രമിക്കുക. ഇനി എങ്ങനെയാണ്, പലതരത്തിലുള്ള ഇഗ്നോർ ഉണ്ട്. അതായത് ഒരാൾ നിങ്ങളടുത്ത് വാട്സപ്പ് മെസ്സേജ് ഇടുന്നു, ഒരു വട്ടം മെസ്സേജ് ഇട്ടു, നിങ്ങൾ 2 വട്ടം നിങ്ങൾ ഒരാൾക്ക് മെസ്സേജ് ഇട്ടു, 3ാമത്തെ വട്ടം മെസ്സേജ് ഇട്ടു, ആ 3 മെസ്സേജിനും പുള്ളിക്ക് വലിയ രീതിയിൽ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് അർത്ഥം. നമുക്ക് എല്ലാ മനുഷ്യരും എല്ലാവരും പറയാറുണ്ട്, ഞാൻ തിരക്കാണ്, കുറച്ച് ബിസി ആയിട്ടിരിക്കുന്നത് കൊണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു എന്ന്. പക്ഷേ ബിസിയൊന്നുമല്ല, അത്യാവശ്യം ഉണ്ടെങ്കിൽ ആരാണെങ്കിലും നമ്മൾ കോളോ കാര്യങ്ങളോ എടുക്കും.
ഒരു വട്ടമൊന്നുമല്ല, കണ്ടിന്യൂസ് അങ്ങനെ ഒരു ഇഷ്യൂ വരുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സൺ നിങ്ങളെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുകയാണ്. ആ പേഴ്സൺ പക്ഷെ അത് പറയാൻ പറ്റുന്നില്ല. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കുമെന്ന് തോന്നലുകൊണ്ടായിരിക്കാം പറയാത്തത്. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം സ്ഥാനം അറിഞ്ഞ് മാത്രം പെരുമാറുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് പുള്ളി എന്താണ് ഞാനൊരു സ്ഥാനം പുള്ളിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പുള്ളി എനിക്ക് ആ ഒരു സ്ഥാനം തരുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ അതിനകത്ത് ലീവ് ചെയ്യുവാണെന്ന് മനഃപൂർവ്വം വിചാരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത്, റിജക്ഷൻ അത്രത്തോളം പെയിൻഫുൾ ആണെങ്കിലും, ഒരാൾ നമ്മൾ അവഗണിക്കുന്നത് നമുക്ക് അത്രത്തോളം പെയിൻഫുൾ ആണെങ്കിൽ, ഈ ഒരു വാട്സപ്പ് മെസ്സേജുകളിൽ നിന്ന് നമുക്കറിയാം, വാട്സപ്പ് മെസ്സേജിൽ നമ്മൾ ഇത്രയും ഒരു റിജക്ഷൻ നേരിട്ടു, നമ്മൾ തിരിച്ചെന്ത് ചെയ്തു, ആ പുള്ളി അങ്ങ് റിജക്റ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് അത്രത്തോളം ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പാർട്ട്ണറാണ്, നിങ്ങൾ വേണ്ടപ്പെട്ട ഒരാളാണെന്ന് വിചാരിക്കുക. അയാളെ നിങ്ങൾക്ക് ഒരിക്കലും അയാളെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. അയാൾ നിങ്ങളെ എത്രത്തോളം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ അങ്ങോട്ട് ചെല്ലുകയാണ്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ അങ്ങോട്ട് ചെയ്യുമ്പോൾ പുള്ളി ഇച്ചിരിയെങ്കിലും എന്നെ മാനിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരു വിലയും തരുന്നില്ല എന്നതാണ് മറ്റൊരർത്ഥം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ മാക്സിമം, നിങ്ങൾക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടവരാണ്, നിങ്ങളെ മാനിക്കുന്നില്ല എങ്കിൽ ആ സെക്കൻഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു ഓപ്ഷനാണ്. നിങ്ങളുടെ മൈൻഡിൽ വീണ്ടും ആ പുള്ളിയുടെ പേര് വരുന്നെങ്കിൽ ഒരു കാര്യം പറയാം, നിങ്ങൾ എന്തായാലും പുള്ളിയുടെ നമ്പറൊന്നും കാണാതെ അറിയത്തില്ലല്ലോ. സോ ആ നമ്പർ നിങ്ങൾ ജസ്റ്റ് എടുക്കുക, നിങ്ങളുടെ ഫോണിൽ നിന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. പിന്നെ നമ്മുടെ മൈൻഡിൽ ആലോചിക്കും, പെട്ടെന്ന് വിളിക്കാൻ പോകുമ്പോൾ ആലോചിക്കുക, അയ്യോ ഇല്ലല്ലോ, പുള്ളിയുടെ നമ്പർ ഇല്ലല്ലോ, ഞാൻ എങ്ങനെ വിളിക്കും. പിന്നെയും കാണാനായിട്ടൊരു ത്വര വരുന്നു. ആ ത്വര വന്ന് നമുക്കൊരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇങ്ങനെ പൊന്തി വരും. പുള്ളി ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് മൈൻഡിൽ ഇങ്ങനെ വന്ന് പതിയെ പുള്ളിയെ വിളിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ഉപബോധ മനസ്സ് തന്നെ ഇങ്ങനെ വിചാരിക്കും. പുള്ളിയെ വിളിക്കാൻ പറ്റില്ല, എന്തുകൊണ്ടാണ്, നമ്മൾ തന്നെ എന്ത് ചെയ്യും, നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പോൾ തിരക്കി പോകുന്നതൊന്നും ശരിയാവത്തില്ല എന്ന് മൈൻഡിൽ നിന്ന് വന്ന ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പതുക്കെ ആ പുള്ളിയെ വിളിക്കണം എന്ന രീതി അവിടെ ത്വര എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ആ കുറയുന്ന ത്വരയിൽ നിന്ന് നമുക്ക് പിന്നെ ആ പുള്ളിയിൽ നിന്ന് അവിടെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന രീതിയിലല്ലാതെ നമുക്ക് നമ്മളോട് തന്നെ എന്താണ് ജയിച്ചു പോകാനായിട്ട്, അതായത് നമുക്ക് ഇതിൽ നിന്നൊക്കെ മാറണം, കുറച്ച് പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പറയുന്ന മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങളും ഇഗ്നോർ ചെയ്യാനായിട്ട് പഠിക്കുക. ചില സിറ്റുവേഷനിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, റിജക്ഷൻ മെത്തേഡ് നിങ്ങളിലേക്ക് കാണിക്കുകയാണെങ്കിൽ, നിങ്ങളെ നൈസിന് ആ ഒരു പേഴ്സൺ എന്ത് ചെയ്യാം, അങ്ങ് വിട്ടുകളയാം. പിന്നെ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ അപ്പോൾ നമ്മൾ അടുത്ത കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നോ റിയാക്ഷൻ. ഒരാൾ നമ്മളെടുത്ത് വന്ന് മറ്റുള്ളവരെ കുറ്റം പറയുക, അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയുക, ചിലപ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി കുറ്റം പറയുന്നതിലുപരി നമ്മളെ പറ്റി മറ്റൊരാളോട് പറയുക. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇടയിൽ നിന്നിട്ട് നമ്മളെ പറ്റി മാത്രം കളിയാക്കുക, നമ്മളെ കളിയാക്കിക്കൊണ്ട് അവർക്ക് സന്തോഷം കണ്ടെത്തുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളവിടെ ഒരു റിയാക്ഷൻ കൊടുക്കരുത്, ചിരിക്കുകയും ചെയ്യരുത്, കരയുകയും ചെയ്യരുത്. നോർമൽ കൂളായിട്ട് നിൽക്കുക. എന്നെ കൊണ്ട് ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു റിയാക്ഷൻ ഉണ്ടല്ലോ. സോ ആ റിയാക്ഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് വെപ്പണാണ്. അതായത് നിങ്ങളെ ഓപ്പോസിറ്റ് കളിയാക്കുന്നവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇതാണ്. അതായത് എത്രത്തോളം നിങ്ങൾ ഒരു കാര്യം ഞാൻ എടുത്ത് എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. നമ്മളിപ്പോൾ ചില സമയത്ത് നമുക്ക് അത് നടന്നിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് വിചാരിക്കും. പക്ഷേ യൂണിവേഴ്സ് നമുക്കത് നടത്തി തരത്തില്ല എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ കുറേ അതിന് വേണ്ടി കരയും, അത് കിട്ടാൻ വേണ്ടിയിട്ട് കരയും. എനിക്ക് അത് തന്നെ വേണം, അല്ലെങ്കിൽ എനിക്ക് അവനെ തന്നെ വേണം, അത് തന്നെ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഒന്നും നടക്കുന്നില്ല, ഒരു സിറ്റുവേഷനും ആവുന്നില്ല, ഒരു പ്രോപ്പറായിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സൈൻ പോലും എനിക്ക് കിട്ടുന്നില്ല. അത് നെഗറ്റീവ് സൈനായിട്ട് പോയി, എനിക്ക് ആ ലൈഫിൽ നിന്ന് അയാൾ പോയി. പക്ഷെ അതിന് ശേഷം കിട്ടുന്ന ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി കുറേ വാശി പിടിച്ച് കരഞ്ഞിട്ട് അതിനേക്കാളും ബെറ്ററായിട്ടുള്ള ഒന്ന് എന്തായാലും യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ തരാനായിരിക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്ന് നിങ്ങൾക്ക് മുന്നിൽ യൂണിവേഴ്സ് തന്നിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ വഴി ഒന്ന് മാറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ആദ്യം നിങ്ങൾക്ക് എന്താണ് ഒരു നെഗറ്റീവ് ഇട്ട് അത് നിനക്ക് പറ്റില്ല, നിന്നെ കൊണ്ട് പറ്റിയതല്ല എന്ന് തോന്നിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ജോലി നിങ്ങൾ ഭയങ്കര ആഗ്രഹിച്ച് കിട്ടിയതല്ല, നിങ്ങളല്ലാതെ കിട്ടിയൊരു ജോലിയാണ്. പക്ഷേ ഒരു പ്രൈവറ്റ് സ്വകാര്യ സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്ത് കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ പറയും, ഇവിടെ പറ്റുന്നില്ല, ഞാൻ കുറേ എഫേർട്ട് ഇടുന്നു, ഞാൻ എഫേർട്ട് ഇടുന്നതിൻ്റെ ഒരു 5% പോലും എനിക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മുടെ യൂണിവേഴ്സ് തന്നെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ ഫൈനലി നമ്മൾ അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് നമ്മളിങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന കുറേ സിറ്റുവേഷനിൽ അയ്യോ ഞാൻ എന്തോ ചെയ്യും, എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയുന്ന ഒരു സീറോ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ആ ഒരു ബിഗ് സീറോയിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ എന്താണ് ഭയങ്കരമായിട്ട് ഉയരും. അപ്പം നമ്മൾ ആലോചിക്കും, കാര്യമായി അന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ
അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ എന്തായാലും ഉണർന്നു വരുന്നല്ലോ. അപ്പോൾ എന്നെ കുറേ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. ശരി, അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ടത് കാര്യമായി, ഇപ്പോൾ ഇത്രയും നിലയിൽ എത്തിയില്ല. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്കുള്ള ശരിയായ പാത്ത് യൂണിവേഴ്സ് തന്നെ കൊണ്ടുവരും. നിങ്ങൾക്ക് മോശപ്പെട്ടതൊന്നും തന്നെ യൂണിവേഴ്സ് കൊണ്ടുവരില്ല. ചിലപ്പോൾ അതിനേക്കാളും ബെറ്ററായിട്ട് ഒന്ന് നേടാൻ വേണ്ടിയിട്ടായിരിക്കും യൂണിവേഴ്സ് ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളിലേക്ക് ഒരു നല്ലത് കൊണ്ടുവരാനാണ് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ കുറേ നെഗറ്റീവ്സ് കൊണ്ടിട്ടിട്ട് നിൽക്കുന്നത് എന്ന് വേണം നിങ്ങൾ ഊഹിക്കാൻ. നിങ്ങൾ അന്ന് എനിക്ക് വേണം, അത് വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ച കാര്യങ്ങൾ ഇന്ന് അതിനേക്കാളും ബെറ്റർ ആയിട്ടൊരു കാര്യം കിട്ടിയപ്പോൾ നിങ്ങൾ മറന്നില്ലേ? സോ ബെറ്റർ ആയിട്ട് അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാര്യമാണല്ലോ എനിക്ക് കിട്ടിയെന്ന് ആലോചിക്കാറില്ലേ? അപ്പോൾ നിങ്ങളൊന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി, ഒരിക്കലും യൂണിവേഴ്സ് ഒരു തെറ്റ് കൊണ്ട് നിങ്ങളിലേക്ക് ഇട്ടുകരുത്തില്ല. ഓക്കെ, അങ്ങനെ ഒരു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തൊരു തെറ്റാണെങ്കിൽ നൈസിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ ഒരു കാര്യത്തിനെ എടുത്ത് മൂവ് ചെയ്ത് കളയുകയും ചെയ്യും. അപ്പോൾ ലൈഫിൽ എപ്പോഴും നമുക്ക് യൂണിവേഴ്സ് തരുന്നതെന്ന് പറയുന്നത് പോസിറ്റീവ് സൈൻ ആയിരിക്കും. പിന്നെ നെഗറ്റീവ് സൈൻസ് നിങ്ങൾ എത്രത്തോളം യൂണിവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ തുടങ്ങുന്നു, ചിലപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും ആപ്റ്റ് അല്ലാത്ത ഒന്നാണ് നിങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്നത്, അത് യൂണിവേഴ്സ് തന്നെ നിങ്ങളിലേക്ക് തട്ടിക്കളയും, നിങ്ങളിൽ നിന്ന് തട്ടിക്കളയും, ഉറപ്പാണ്. എന്നിട്ട് നിങ്ങൾക്ക് അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഉറപ്പായിട്ടും കൊണ്ടുവരും. സോ അപ്പോൾ നോ റിയാക്ഷൻ. നിങ്ങൾ നിൽക്കുന്ന ഒരു നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സൺ, നിങ്ങൾക്ക് ചുറ്റും കുറേ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവുള്ള ആൾക്കാരെ നിങ്ങൾ ഒരിക്കലും റിയാക്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഇനി നിങ്ങൾ പറയും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെ കൂട്ടുകൂടി കഴിഞ്ഞാൽ, ഞാൻ ഉൾപ്പെടെ പറയാനുണ്ട്, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെ കൂട്ടുകൂടി കഴിഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവിൻ്റെ എനർജി സ്പ്രെഡ് ചെയ്യാറുണ്ട്. ഉറപ്പായിട്ടും നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ എന്നും കരഞ്ഞും പിരിഞ്ഞും നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാരോട് നമ്മൾ കണ്ടിന്യൂസ് സംസാരിക്കാമെന്ന് വിചാരിച്ചോ, നമ്മളെ കൂട്ടുകാരാണ്, എന്നും ഓരോ തെറ്റും അതും ഇതും മറ്റുള്ളവരെ പറ്റി പിശുക്കും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നവർ നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്ന, അവരുടെ ആ എനർജി നമ്മളും കൂടെ അക്വയർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ പതിയെ നമ്മുടെ മൈൻഡിൽ എന്താണ്, ആ ഒരു എനർജി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അവിടെ ഒരു പോസിറ്റീവ് സൈൻ അല്ല ലഭിക്കുന്നത്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ ഒരിക്കലും, ഇനി മറ്റൊരു ഇതിനേക്കാളും വലിയൊരു നെഗറ്റീവ് ഞാൻ പറയാം, നെഗറ്റീവായിട്ടുള്ള ഒരാൾക്കാരെടുത്ത് നമ്മൾ ചെന്നിട്ട് എടി നീ പറയുന്ന കാര്യങ്ങളെല്ലാം നെഗറ്റീവാണ്, നീ എന്തൊരു നെഗറ്റീവ് ചിന്താഗതിയാണെന്ന് ഒരിക്കലും പറയരുത്. കാരണം അത് നിങ്ങളിലേക്ക് ഡബിൾ ഇരട്ടിയായിട്ടുള്ള നെഗറ്റീവ് എനർജി ബൂസ്റ്റ് ചെയ്യാൻ ഇടയാക്കും. നമ്മൾ പോസിറ്റീവ്, ഒരാളുടെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് നമ്മൾ പറയാതെ എങ്ങനെയാണ് പ്രതികരിക്കാൻ പറ്റുന്നത്? അത് വളരെ സിമ്പിൾ വേയിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റും. ഒരാൾ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ സൈലൻ്റ് ആയിട്ട് നിൽക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യും, നെഗറ്റീവ് പറയുന്നത് വിടും. പിന്നെ നമ്മൾ പ്രതികരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ പ്രതികരിക്കാതെ ജസ്റ്റ് ഒന്ന് സ്മൈൽ കൊടുക്കുക. ചില സമയങ്ങളിൽ നമുക്ക് എത്ര ദേഷ്യം വന്നു കഴിഞ്ഞാലും ചെറിയൊരു സ്മൈൽ ഉണ്ടല്ലോ, ആ ഒരു ചെറിയ സ്മൈൽ കൊടുത്തിട്ട് നമ്മളവിടെ കാര്യങ്ങൾ അവസാനിപ്പിക്കും. അപ്പോൾ അവിടെ അവരുടെ നെഗറ്റീവ് എന്ന് പറയുന്ന എനർജി നമ്മളിലേക്ക് കൂടുതൽ ബൂസ്റ്റ് ചെയ്യാതിരിക്കും, നമ്മളിലേക്ക് വരാതെ ഇരിക്കും. അപ്പോൾ നമ്മൾ റിയാക്ഷൻ ചെയ്യരുത്. അടുത്തെന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നെഗറ്റീവ് പറയുന്നുള്ളൊരു പേഴ്സൺ ഉണ്ട്, നിങ്ങൾ ഉയരുന്നത് ഇഷ്ടമല്ല, നിങ്ങൾ ചിലപ്പോൾ ഉയരുന്നത് ഇഷ്ടമായിരിക്കാം, പക്ഷെ പറയുന്നതൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ റിമൂവ് ദാറ്റ് പേഴ്സൺ. നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു പേഴ്സണെ റിമൂവ് ചെയ്ത് കളയുക. ഒരിക്കലും നിങ്ങൾ അല്ലെങ്കിൽ രക്ഷപ്പെടത്തില്ല. അപ്പോൾ നിങ്ങളെ എന്ത് ചെയ്യാം, നിങ്ങളിപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ടവരാണെങ്കിൽ ഒരു കൈ അകലത്തിൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്നതാണ്. ഇനി മേ ബി ഫ്യൂച്ചറിൽ നിങ്ങളുടെ പാർട്ട്ണറോ ഫുള്ളി നെഗറ്റീവ് ആയിട്ടുള്ളൊരു പാർട്ട്ണറാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾക്ക് ഒരിക്കലും കംഫർട്ടബിൾ അല്ല ആ ഒരു പേഴ്സൺ എങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ എന്തെങ്കിലും ഒരിക്കലും ലൈഫിൽ വരും. സോ അതുകൊണ്ടായിരിക്കും റൈറ്റ് അല്ലാത്ത ആ ഒരു പേഴ്സണെ യൂണിവേഴ്സ് തന്നെ നമ്മളിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് അടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അകറ്റിക്കൊണ്ട് പോകുന്നത്. ഇപ്പം നമ്മൾ കണ്ണിൽ കാണുന്ന കാഴ്ചകൾക്കെല്ലാം നമ്മൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാളെ ആയിരിക്കും നമ്മളെ കണ്ണിൽ കാണിച്ചു വെക്കുന്നത്. പക്ഷേ അത് റൈറ്റ് ആയിട്ടുള്ള ആളല്ലെങ്കിൽ ഒരിക്കലും നമ്മളിലേക്ക് ആ ഒരു പേഴ്സൺ വരില്ല. ആ പേഴ്സണും ചിലപ്പോൾ വേറെ എന്തെങ്കിലും നല്ലൊരു ലൈഫ്, ആ പേഴ്സണിൻ്റെ അതിനനുസരിച്ച് ചേരുന്നൊരു പാർട്ട്ണറിനെ ആയിരിക്കും ആ പേഴ്സണും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം നമുക്ക് വന്നിരിക്കും. സോ അതാണ് മറ്റൊന്ന്. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ അല്ല, നമുക്ക് ഒരിക്കലും ഇയാളുമായിട്ട് പറ്റത്തില്ല, അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊരു മെൻറ്റാലിറ്റി ആയിട്ട് ഒരിക്കലും നമ്മൾ പോയി നിൽക്കരുത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഡെമോൺസ്ട്രേറ്റ് യുവർ വാല്യൂ. നിങ്ങളുടെ വാല്യൂസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പഠിക്കുക. മറ്റുള്ള ഒരാളുടെ വാല്യൂ കൊണ്ട് അവന് നല്ല വാല്യൂ ഉണ്ട്, അവൻ നല്ല രീതിയിൽ ഉയർന്നു പോകും എന്ന ചിന്താഗതിയിൽ നിന്നും എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ വാല്യൂസ് ഉണ്ട്, എനിക്ക് ആ ഹോബീസ് ചെയ്യാൻ പറ്റും, ഈ ഹോബീസ് ചെയ്യാൻ പറ്റും, സെൽഫായിട്ടുള്ളൊരു കോൺഫിഡൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഒരിടത്ത് ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, ചിലർ നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ പ്രാക്കുള്ളവർ എപ്പോഴും ഇങ്ങനെ ശപിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ശാപവും പ്രാക്കും ഏക്കുമെന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഉറപ്പായിട്ടും ശാപവും പ്രാക്കും ഏക്കും എങ്ങനെയുള്ള ആൾക്കാരിലാണെന്നറിയോ? എപ്പോഴും നെഗറ്റീവ് ചിന്താഗതി, നെഗറ്റീവായിട്ട് തോട്ട് ചെയ്യുന്ന ആൾക്കാരിലോടും എപ്പോഴും ശാപവും പ്രാക്കും ഏൽക്കുമെന്നാണ് പറയുന്നത്. സോ അപ്പം നമ്മൾ എന്താ ചെയ്യുക,
അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെ വെറുതെ അപ്പുറത്തെ കുറ്റവും നുണയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ നെഗറ്റീവ് തോട്ട് മൊത്തത്തിൽ കളയുന്നത്. ഇവർ പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ കുറേ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് പോകും. അപ്പോൾ ഡെമോൺസ്ട്രേറ്റ് നമ്മളുടെ വാല്യൂസ് എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞു വെക്കുക. അറിഞ്ഞു വെച്ച ശേഷം നേരെ പ്രവർത്തിക്കുക. ഇനി എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് കോൺടാക്റ്റ് കട്ട് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു പേഴ്സൺ, പക്ഷേ ഇഷ്ടമായിട്ടുള്ളൊരു പേഴ്സൺ ആണ്, പക്ഷേ അയാളുടെ സംസാരവും കാര്യങ്ങളും ശരിയല്ല, നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഒരു പേഴ്സണെ പറ്റത്തില്ലെങ്കിൽ അറ്റ് ദ സ്പോട്ട് ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ കോൺടാക്റ്റ് വാല്യൂബിൾ അല്ല എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ഒറ്റ ക്ലിക്കിൽ ആ കോൺടാക്റ്റ് ഡിലീറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം വിഷമം ഉണ്ടായിരിക്കാം, 2 ദിവസം വിഷമം ഉണ്ടായിരിക്കാം, കുറേ ദിവസങ്ങൾ വിഷമിച്ചിരിക്കേണ്ടി വരാം. പക്ഷേ ഓരോ ദിവസം കൂടുന്തോറും നമ്മൾ ആദ്യം വിഷമിച്ചതിൻ്റെ അത്രയും വിഷമം നമുക്ക് ഉണ്ടാവില്ല. ഇതിന് ഫോർ എക്സാമ്പിൾ ഞാൻ ഒന്ന് പറയാം. ഇപ്പോൾ ഒരാൾ എക്സാമ്പിൾ മരണപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആദ്യം എന്താണ്, ആ ഒരു പേഴ്സണെ പറ്റി ഒത്തിരി കരഞ്ഞ് നമുക്ക് എങ്ങനെയാണ് ഈ സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിക്കുക. എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല, അയാളില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും ഒരു ബിഗ് സീറോ ആയിരിക്കും. എനിക്ക് അതിജീവിക്കാൻ പറ്റത്തില്ല. യെസ്, അതിജീവനം, ഓവർകം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ചിലപ്പം 1 മാസം നമ്മൾ അതിനു വേണ്ടി കരയുമായിരിക്കും. 2ാമത്തെ മാസം നമ്മൾ എന്താ ചിന്തിക്കുന്നത്, എനിക്കിതിനു വേണ്ടി നമ്മൾ സ്വയം നമ്മുടെ മൈൻഡ് ചിന്തിച്ചുകൊണ്ടിരിക്കും, ഇതിനു വേണ്ടി എനിക്ക് ഓവർകം ചെയ്തേ പറ്റൂ, ഓവർകം ചെയ്യാതെ എനിക്ക് നിലനിൽപ്പില്ല എന്നവിടെ ഒരു ചിന്ത വരും. ആ ഒരു ചിന്തയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, പതിയെ ഇങ്ങനെ അപ്പായിക്കൊണ്ടിരിക്കും. ഡൗൺ ആവില്ല, നമ്മളിങ്ങനെ അപ്പായി നമ്മൾ തന്നെ സ്വയമേ ചിന്തിച്ച്, അവിടെ നമ്മുടെ മോട്ടിവേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, മൈൻഡ് തന്നെയാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ സ്വയമേ തന്നെ മോട്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു പേഴ്സൺ ആണ്, നമുക്ക് ഇഷ്ടമല്ലാത്തൊരു പാർട്ട്ണറാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കംഫർട്ടബിൾ അല്ല, ഒരിക്കലും അയാളുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ലെങ്കിൽ, ആ ഒരു ടൈം അറ്റ് ആ സെയിം ടൈമിൽ തന്നെ നിങ്ങൾ അങ്ങനെ ഒരു കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു കോൺടാക്റ്റ് നിങ്ങൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾ അവിടെ റീക്രിയേറ്റ് ചെയ്യുക. എന്താണ്, നിങ്ങളുടെ വാല്യൂസ് റീക്രിയേറ്റ് ചെയ്ത് സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പേഴ്സണെ പറ്റിയിട്ടോ നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ പറ്റിയോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കണ്ടിന്യൂസ് മനസ്സിൽ കുറേ കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ടെങ്കിൽ, ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഹാപ്പി തരുന്നത്, എന്താണ് ഹാപ്പിനെസ് നിങ്ങൾക്ക് തരുന്നത്. ചിലപ്പോൾ മേ ബി നിങ്ങൾ ഔട്ടിങ്ങിന് പോകുന്നതായിരിക്കും, ചിലപ്പോൾ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിക്കുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് എവിടെയാണോ ആ മൈൻഡിലേക്ക്, അതായത് നല്ല മൈൻഡിലേക്ക്, നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുക. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ കണ്ടിന്യൂസ് ഉറങ്ങുന്ന ആൾക്കാർ, നമ്മൾ പറയാറുണ്ട് കണ്ടിന്യൂസ് ഉറങ്ങുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവിടെ നെഗറ്റീവാണ്, ഭയങ്കര നെഗറ്റീവാണ്. നമ്മൾ മോർണിംഗ് എഴുന്നേൽക്കുന്ന പോലെയല്ല, എപ്പോഴും കണ്ടിന്യൂസ് ഉറക്കം, ഫുൾ ടൈം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്ന് ഉറക്കം, രാത്രി ഉറക്കം, ഫുൾ ടൈം കിടന്ന് ഉറങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഫുള്ള് നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അതായത് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യം, നമ്മുടെ ആ ഒരു പാർട്ട്ണറിനെ പറ്റിയോ നമ്മളെ റിജക്റ്റ് ചെയ്ത ആൾക്കാരെ പറ്റിയോ എന്തായാലും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷമെങ്കിലും മനസ്സിൽ ഓർക്കാത്തവരായിട്ടില്ല. ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തോ, ഒരു ലോങ്നെസ് ഉണ്ടല്ലോ, ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ വിഷമമുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ തികട്ടി വരുന്നത്, റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ മൈൻഡിൽ വരുന്നത്. അപ്പോൾ അങ്ങനത്തെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാതിരിക്കുക, ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, എപ്പോഴും ഒരു ബിസി പേഴ്സൺ ആയിട്ട് മാറുക. ഒരു ബിസി പേഴ്സൺ ആയിട്ട് മാറിയിട്ട് നമ്മൾ ലൈഫിൽ അച്ചീവ് ചെയ്യുന്ന ഓരോ ഗോൾസും ഉണ്ടല്ലോ, ആ ഒരു ഗോൾസിൽ നമുക്ക് സെൽഫായിട്ട് നമ്മളോട് തന്നെ ഒരു അപ്രീസിയേഷൻ, സെൽഫായിട്ട് എന്തൊക്കെയോ ഒരു വലിയൊരു ഇത് നമുക്ക് തോന്നും. ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് മുന്നിലോട്ട് വരുന്നതിനുള്ള ഏറ്റവും വലിയൊരു പാത തന്നെയായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ നിങ്ങളോട് പിരിഞ്ഞു പോയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളോട് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള പേഴ്സൺസ് ആരെങ്കിലും ആണെങ്കിലും ഇരിക്കട്ടെ, നിങ്ങൾ ആ ഒരു പേഴ്സൺ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ഹാപ്പി സ്റ്റാറ്റസുകൾ ഇടുക. ഇപ്പം ഞാൻ പണ്ട് കണ്ടിട്ടുള്ളൊരു കാര്യം പറയാം. അതായത് 2 ലവേഴ്സാണ്, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അടിയും വഴക്കും ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ അവരുടെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇമോഷണലി വീക്കായിട്ടുള്ള സ്റ്റാറ്റസുകൾ ഇടുന്നു, DP എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു, വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും, വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൊണ്ട് ഓപ്പോസിറ്റുള്ള ആൾ ചിലപ്പോൾ അയ്യേ ഇവളെന്താ ഇത് എന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ, അല്ലാതെ നിങ്ങളെപ്പറ്റി അവിടെ ഇമോഷണലി ഒന്നും തോന്നില്ല. അതൊക്കെ പണ്ടത്തെ രീതിയാണ്. ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ അയാളെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്, അയാളെ ഒന്നുകൂടെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒന്ന് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നു, വിഷമിക്കുന്ന സ്റ്റാറ്റസുകൾ ഇടുന്നു, അങ്ങനെ ഇടുന്നു. ചിലപ്പോൾ ചില സ്റ്റാറ്റസുകൾ കണ്ടിട്ട് മറ്റേ റോസാപ്പൂക്കളൊക്കെ ഇങ്ങനെ വീട് കിടന്നിട്ട് പ്രണയത്തെ പറ്റിയിട്ട് ഭയങ്കര ഇമോഷണലി ആയിട്ടുള്ള കാര്യങ്ങൾ ഇടുന്നു, പക്ഷെ ഒന്നും തോന്നത്തില്ല, അവിടെ നമുക്ക് വിലയില്ല എന്ന രീതിയിലാണ് തോന്നിക്കുന്നത്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ഹാപ്പി സ്റ്റാറ്റസുകൾ ഇടുക. അപ്പോൾ അവരെ നെഗറ്റീവായിട്ട് തോട്ട് ചെയ്തവർക്കും അവിടെ എന്താണ് നമ്മളോട് പിരിഞ്ഞ് മാറി നിൽക്കുന്നവർക്കും എന്തെങ്കിലും ഒരു ഇത് തോന്നും, ഇതെന്താ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നല്ലോ. അവിടെ ആ ഒരു പേഴ്സണിന് ഒരു എന്തെങ്കിലും ഒരു സംതിങ്
തോട്ട് വരുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെ ഞാൻ എനർജി അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ എനർജി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി, പോസിറ്റീവായിട്ടുള്ള എനർജി ഇങ്ങനെ അപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ആണ് ശ്രമിക്കുന്നത്. സോ നമുക്ക് ഇതിന് നോർമലി ആൾക്കാർ പറയാറുണ്ട്, ചിലരുടെ കാര്യങ്ങൾ കേട്ട് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ അടിച്ചിരിക്കുന്ന ആൾക്കാർ പറയാറുണ്ട് എനിക്കിതിനകത്തുനിന്ന് ഓവർകം ചെയ്യണം. ഉറപ്പാണ്, മനുഷ്യൻ്റെ മനസ്സാണ്. മനുഷ്യന് ഏറ്റവും കൂടുതലൊരു ഇതെന്ന് പറയുന്നത് മറവി തന്നെയാണ്. പല കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ ഇന്നിരുന്ന് നമ്മളിങ്ങനെ കരഞ്ഞ് പിരിച്ചിരുന്നിട്ട് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കും, അന്ന് ഞാൻ അത്രയും കഴിഞ്ഞല്ലോ, പക്ഷെ ഇത്രയും കടമ്പ ഞാൻ എങ്ങനെ കടന്നു എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. മനുഷ്യരാണെങ്കിൽ നമ്മൾ സ്വയമേ തന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അപ്പ് ചെയ്ത് കൊണ്ടുവരാൻ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കും. സോ എത്ര നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും, എത്ര നമ്മളെ ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും, ഇപ്പോൾ ഇന്നൊരു ബാഡ് ഉണ്ടെങ്കിൽ നാളെ ഒരു പോസിറ്റീവായിട്ടൊരു സൈൻ നിങ്ങൾക്കുണ്ടായിരിക്കും. ആ ബാഡ് സൈൻ നിങ്ങളെ നല്ല വേറൊരു പാത്തിലേക്ക്, നിങ്ങൾ രക്ഷപ്പെടാനുള്ളൊരു പാത്തിലേക്ക് കൊണ്ടുപോകാനായിരിക്കും മേ ബി നിങ്ങൾക്ക് അന്ന് ആ ഒരു ബാഡ് സൈൻ ഇട്ടതെന്ന് മാത്രം ചിന്തിക്കുക. അല്ലാതെ എനിക്ക് ഫുള്ള് കഷ്ടതകളാണല്ലോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ലൈഫ് ഫുള്ള് കഷ്ടതകൾ മാത്രമേ വരൂ. കാരണം അവിടെ നിങ്ങൾ കൊണ്ടുവരുന്നതെല്ലാം നെഗറ്റീവാണ്. സോ ഞാൻ ഹാപ്പിയാണ് എന്നൊരു തോട്ട് എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ലൈഫ് ഫുള്ള് നമുക്കൊന്ന് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. ഇനി കണ്ടിന്യൂസ് നിങ്ങൾ ഇങ്ങനെ ഈ റിജക്ഷനൊക്കെ എപ്പോഴും കണ്ടിന്യൂസ് നേരിടുന്നവർ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 80% എങ്കിലും നമുക്കൊരു റിജക്ഷൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഹേർട്ടും ഫീലൊന്നും നമുക്ക് വരികയില്ല. ഇനി അടുത്തതെന്ന് പറയുന്നത് കണ്ടിന്യൂസ് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. മെഡിറ്റേഷൻ അതുപോലെ തന്നെ തെറാപ്പി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ തെറാപ്പിയൊക്കെ അലൈൻമെൻറ്റ് കൂട്ടുന്നതിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ സഹായിക്കും. അപ്പോൾ തെറാപ്പി ചെയ്യുക, അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക, നല്ല രീതിയിൽ ഫോക്കസോടെ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. അതുപോലെ ചില സൈലൻ്റ് ഇടേണ്ട സ്ഥലങ്ങളിൽ സൈലൻ്റ് ഇട്ട് നല്ല രീതിയിൽ പെരുമാറുക. ഇനി ഒരു ലെറ്റിൻ ഗോ മെത്തേഡ്, നമ്മൾ ഏത് മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ മുന്നിൽ നമ്മൾ എന്താണ് ലെറ്റിൻ ഗോ മെത്തേഡ് മനസ്സിൽ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വേണ്ടത് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ലഭിക്കുന്നു എന്ന് പറയുക. എനിക്ക് വേണ്ടത് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ലഭിക്കുന്നു. ഇത് വലിയൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ലെറ്റ്സ് ഗോ മെത്തേഡാണ്. ഈ ലെറ്റ്സ് ഗോ മെത്തേഡ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മതി. നമ്മളെ എത്ര പേര് നമ്മളിങ്ങനെ ഇടിച്ച് താക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു ഫീനിക്സ് ബേർഡിനെ പോലെ നമുക്ക് ഉയരാൻ സഹായിക്കുന്ന ഏറ്റവും വലിയതാണ്. എനിക്ക് ഇതല്ല, ഇതിനേക്കാളും ബെറ്റർ എന്തോ ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സമയത്ത് ഇത്രയും ബാക്കിലോട്ട് ഇങ്ങനെ ബാഡ് ലക്കായിട്ട് ബാക്കിലോട്ട് പോകുന്നത്. പക്ഷേ അതെനിക്ക് എന്നെ സംബന്ധിച്ചൊരു ബാഡ് ലക്കല്ല, എന്നെ സംബന്ധിച്ചൊരു ഗുഡ് ലക്കാണ്. എന്തോ ഗുഡ് സൈനാണ്, എന്തിൻ്റെയാണ്, യൂണിവേഴ്സിൻ്റെ ഒരു ഗുഡ് സൈനാണ്. അതുകൊണ്ട് ഞാൻ പേടിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന കഷ്ടതകളാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളാണെങ്കിലും മറ്റുള്ളവരിൽ നിന്നുള്ള അവഗണനകളാണെങ്കിലും ഇപ്പോൾ എനിക്കെന്താണ് ഈ ഒരു ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് വിചാരിച്ചാൽ മതി. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൻ്റെ ഒരു ലെസണാണ്. സോ ആ ലെസണിൽ കുറേ ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റും വന്നു പോകും. ആ ആൾക്കാർ നിങ്ങൾ എന്താണ് പഠിച്ചു വെക്കുക. നാളെ ഒരു സമയത്ത് നിങ്ങളൊന്ന് കയറി പോവുകയാണ്, നിങ്ങൾ അപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് അന്ന് നിങ്ങളെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാരെ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്യാച്ച് ചെയ്ത് വെക്കുക. ആ ക്യാച്ച് ചെയ്ത് വെക്കുമ്പോൾ നാളെ ഒരു പടി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അന്ന് ഈ പറഞ്ഞ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് സൗഹൃദമായിട്ട് വരും. സോ അപ്പോൾ അന്ന് അവഗണിച്ചവർ ഇന്ന് സൗഹൃദമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ടത്, എത്രത്തോളം ഡിസ്റ്റൻസിൽ നിൽക്കണം എന്ന് നിങ്ങളെ പഠിപ്പിക്കുകയാണ് യൂണിവേഴ്സ്. അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന പല കാര്യങ്ങൾ കഷ്ടതകളോ എനിക്ക് അങ്ങനെയാണ് ഭയങ്കര സ്ട്രഗിൾ ഫീൽ ചെയ്യുന്നു. ഒരു കാര്യം പറയാം, സ്ട്രഗിൾ ഇല്ലാത്ത മനുഷ്യരില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ട്. ഓരോ സ്ട്രഗിൾ എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഓരോ ലെസൺസ് ആണ്. അത് യൂണിവേഴ്സ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ട സിറ്റുവേഷൻസ്, ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്യുക തന്നെ ചെയ്യും. അതായത് എന്നും ഒരു പാത്തിലൂടെ എന്നും പോകുന്ന ആൾക്ക് എന്നും ആ ഒരു പാത്ത് ഭയങ്കര ദുരിതം പിടിച്ചൊരു പാത്താണെങ്കിൽ ഒരിക്കലും ആ ഒരു പാത്തിലൂടെ എന്നും പോകാൻ പറ്റില്ല. പലപ്പോഴും അത് ഡൈവേർട്ട് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ ആ ഡൈവേർട്ട് ചെയ്ത് പോകുന്ന വഴിയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. പക്ഷെ അന്ന് ആ കല്ലും മുള്ളും നിറഞ്ഞിട്ടുള്ള ആ ഒരു പാത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നായിരിക്കും. അന്ന് ആ പുള്ളിക്ക് കഷ്ടതയാണെങ്കിലും പിന്നീട് വേറൊരു പാത്തിലോട്ട് വരുമ്പോൾ ചെറിയ ചെറിയ തടസ്സങ്ങൾ അദ്ദേഹം പൂ പോലെ എടുത്ത് കളയാനായിട്ട് സാധിക്കും. സോ അത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. നമുക്ക് മറ്റുള്ളവരെ ആരെങ്കിലും നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ മനസ്സിൽ കൊണ്ടുവന്ന് അതിനെപ്പറ്റി നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തിട്ട് അതിനെപ്പറ്റി നെഗറ്റീവായിട്ട് ചിന്തിച്ച് നമ്മുടെ സമയം കളയരുത്. സോ ടൈം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രഷ്യസ് ആണ്. ഓരോ സമയവും നമ്മളിങ്ങനെ പുഞ്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് പുറത്ത് ചിലപ്പോൾ എപ്പോഴും പുഞ്ചിരിക്കാനായിട്ട് പറ്റാത്തവരുണ്ടായിരിക്കാം, എന്തെങ്കിലും റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ളവരുണ്ടായിരിക്കാം. സോ ആ ഒരു സമയത്തൊക്കെ നമ്മൾ സൈലൻ്റ് ആയിട്ട് കാര്യങ്ങൾ എന്താണോ ഓപ്പോസിറ്റ് ഉള്ള ഒരു പേഴ്സൺ പറയുന്നത് ആ കാര്യങ്ങളെ ശ്രദ്ധാപൂർവ്വം ഗൗനിച്ച് എന്താണ് പറയുന്നത് ആ കാര്യത്തിന് മാത്രം മറുപടി കൊടുക്കുക. ഓവറായിട്ട് റെസ്പോണ്ട് ചെയ്യുകയോ ഓവറായിട്ട് റിയാക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. എന്താണോ പറയുന്ന കാര്യം അതിനനുസരിച്ചുള്ള ആൻസർ മാത്രം കൊടുക്കാൻ
കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം നമ്മളൊരു 100% ഒരു 89% എങ്കിലും നമുക്ക് നമ്മളെ പറ്റി ഒരു സെൽഫായിട്ടൊരു കാര്യം നമുക്ക് മനസ്സിലാവും. ഇനി നമ്മളെ കുറ്റം പറയുന്നവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടുക. നിങ്ങൾക്ക് ആ കുറ്റം പറയുന്ന ആൾക്കാരെ നമ്മൾ ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുകയാണെങ്കിൽ, നമുക്ക് ഒരു കൊള്ളാത്ത പേപ്പർ, ഒരു ബുക്കിൽ നമ്മൾ എഴുതുന്ന പേപ്പർ നമുക്ക് കൊള്ളില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ഒന്ന് കീറി നമ്മളെടുത്ത് വലിച്ചു കളയും. പിന്നെ ആ പേപ്പർ എടുത്തുകൊണ്ട് നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാലും അത് നമുക്ക് എന്താണ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ അതിലെ കാര്യങ്ങൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ കുറ്റം പറയുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. അവരോട് ഒന്ന് ഓവറായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ ഉള്ളിൽ ഓരോ ബോധം ഉണ്ടാവും, നെഗറ്റീവ് ഫീൽ ഉണ്ടാവും. സോ അങ്ങനെയുള്ള കുറ്റം പറയുന്നവർ, അതുപോലെ അവഗണിക്കുന്നവർ, ഇവരെല്ലാം നിങ്ങൾ ലീവ് ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ളൊരു സൈൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. പോസിറ്റീവായിട്ടൊരു കവചം എന്ന് പറയില്ലേ, പോസിറ്റീവായിട്ടുള്ളൊരു കവചം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഫുൾ ഓൺ പോസിറ്റീവായിരിക്കും എപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ശാപമോ മറ്റ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളെ ഏക്കത്തില്ല എന്നാണ് പറയുന്നത്. പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് എപ്പോഴും ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും നല്ല പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് എങ്ങനെയാണ് ഒരു റിജക്ഷനിൽ നിന്ന് നമുക്ക് കരകയറുന്നത്. അപ്പോൾ കൂടുതലായിട്ടുള്ള വീഡിയോസ് നമുക്ക് അടുത്ത എപ്പിസോഡുകൾ കാണാവുന്നതാണ്. അടുത്ത എപ്പിസോഡുകളിൽ ഇത് റിലേറ്റ് ചെയ്തിട്ടും അല്ലാതെയും ഒക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.